എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോയുമാണ്. ഏവർക്കും സ്വാഗതം. നമ്മുടെ IT മേഖലയിലെ പുതിയ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ ഇന്നലെ മുതൽ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആ നടപടി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ IT നിയമത്തിൽ ചില കർശന നിയമങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളായ വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും ടെലഗ്രാം ആയാലും നാം ഏതെങ്കിലും ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമ്പോൾ 2 വട്ടം ഗൗരവമായി ആലോചിച്ച് മാത്രമേ നാം അതിൽ ഇടപെടാൻ പാടുള്ളൂ. ഒന്ന്, നമ്മുടെ ഗവൺമെൻറ്റിനെതിരെയോ രാഷ്ട്രപതിയുടെയോ പ്രധാനമന്ത്രിയുടെയോ എന്തെങ്കിലും ഭരണപരമായ കാര്യങ്ങൾക്കെതിരെ നാം ഇത്തരം പോസ്റ്റുകൾ ഇട്ടാൽ നമുക്ക് പണി കിട്ടും, ഉറപ്പാണ്. അത് മതവിദ്വേഷമുണ്ടാക്കുന്ന നടപടിയായാലും അല്ലെങ്കിൽ മറ്റ് രാജ്യദ്രോഹ നടപടിയായാലും നാം ഷെയർ ചെയ്യുമ്പോൾ 2 വട്ടം ആലോചിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് നമ്മുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഈ മെസ്സേജ് നാം എല്ലാം ഷെയർ ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണ് ആ നടപടികൾ എന്ന് നോക്കാം. നമ്മൾ ഒരാൾക്ക് ചെയ്യുന്ന കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ മെസ്സേജ് സേവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നമ്മൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് ഒരു ടിക്കാണ് വരുന്നത് എങ്കിൽ അത് അയക്കപ്പെട്ടു എന്നർത്ഥമാക്കുന്നു. 2 ടിക്കാണെങ്കിൽ അത് നാം ആർക്കാണോ അയച്ചത് അദ്ദേഹത്തിൽ എത്തിച്ചേർന്നു എന്നും അർത്ഥമാക്കുന്നു. ഇനി ആ 2 ടിക്കും നീല കളറാണെങ്കിൽ അവർ ആ മെസ്സേജ് വായിച്ചു കണ്ടു എന്ന് അർത്ഥമാക്കുന്നു. ഇനി 3 ടിക്ക് നീലയാണ് വരുന്നത് എങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ഗവൺമെൻറ് നിരീക്ഷിക്കുന്നു എന്ന് അർത്ഥം വരുന്നു. ഈ 3 നീലയിൽ 1 ചുവപ്പാണെങ്കിൽ ഗവൺമെൻറ് നിങ്ങളുടെ മെസ്സേജ് ഗൗരവമായി പഠിക്കുന്നുണ്ട് എന്ന് അർത്ഥം കാണിക്കുന്നു. ഇനി 3 നീലയിൽ 2 ചുവപ്പാണ് കാണിക്കുന്നത് എങ്കിൽ ഗവൺമെൻറ് നടപടി ആരംഭിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കുന്നു. ഇനി 3ഉം ചുവപ്പ് നിറത്തിലാണ് കാണുന്നത് എങ്കിൽ സർക്കാർ നടപടി ആരംഭിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഏത് സമയവും കോടതി സമൻസ് നിങ്ങൾക്കെതിരെ വരുമെന്നും ജാമ്യമില്ലാ കേസ് വരാനുള്ള സാധ്യത 100% ഉറപ്പിക്കാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കളിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നാം കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.